റെൻ്റൽ ഫാമിലി എന്ന സിനിമ ഒരു സാധാരണ ഡ്രാമയല്ല. മനുഷ്യരുടെ ഏകാന്തത, ബന്ധങ്ങളുടെ വില, ജീവിതത്തിൽ നമ്മൾ അഭിനയിക്കുന്ന വേഷങ്ങൾ എന്നിവയെക്കുറിച്ച് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ബ്രണ്ടൻ ഫ്രേസറിൻ്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിലൊന്നായി നമുക്ക് ഈ സിനിമയെ കാണാം. ഒരു കുടുംബമില്ലെങ്കിൽ നമുക്കൊരു കുടുംബത്തെ വാടകയ്ക്കെടുക്കാൻ സാധിക്കുമോ? കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്ന ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് റെൻ്റൽ ഫാമിലി. എന്നാൽ ഇത് വെറും ഒരു വിചിത്ര കോൺസെപ്റ്റ് സിനിമയല്ല. മനുഷ്യരുടെ ഏകാന്തതയെയും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കുന്ന ഒരു ഹൃദയസ്പർശിയായ അനുഭവമാണ് ഈ ചിത്രം. ടോക്കിയോയിൽ താമസിക്കുന്ന ഫിലിപ്പ് എന്ന അമേരിക്കൻ നടനെയാണ് കഥ പിന്തുടരുന്നത്. കരിയറിൽ പരാജയപ്പെട്ടും ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെയും കഴിയുന്ന ഫിലിപ്പിന് ഒരു വ്യത്യസ്ത ജോലി ലഭിക്കുന്നു. റെൻ്റൽ ഫാമിലി എന്ന ഏജൻസിയിൽ ജോലി ചെയ്യുക. ഈ സ്ഥാപനത്തിന് ജോലി എന്താണെന്ന് വെച്ചാൽ, ഒറ്റപ്പെട്ടവർക്കും ബന്ധങ്ങളുടെ അഭാവം അനുഭവിക്കുന്നവർക്കും ഒരു അച്ഛൻ, മകൻ, സുഹൃത്ത്, ഭർത്താവ് എന്നിങ്ങനെ ആളുകളെ താൽക്കാലികമായി വാടകയ്ക്ക് നൽകുക എന്നതാണ്. ആദ്യം ഇത് വെറും ഒരു ജോലി മാത്രമായിരുന്നു. പക്ഷേ ക്രമേണ ഫിലിപ്പ് ആളുകളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ബന്ധങ്ങൾ അഭിനയമല്ലാതെ യഥാർത്ഥ വികാരങ്ങളായി മാറിത്തുടങ്ങുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ അച്ഛനായി അവൻ അഭിനയിക്കേണ്ടി വരുന്നു. വൃദ്ധനായ ഒരു മുൻനടൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷയായി അവൻ കടന്നു വരുന്നു. സ്വന്തം കുടുംബത്തോട് സത്യം പറയാൻ കഴിയാത്ത ചിലരുടെ ജീവിതത്തിൽ വ്യാജബന്ധങ്ങളുടെ ഭാഗമാകുന്നു. ഇതോടെ സിനിമ ഒരു സാധാരണ കഥയിൽ നിന്ന് വളരെ വൈകാരികമായ ഒരു യാത്രയായി മാറുന്നു. നമ്മൾ എടുത്തു പറയേണ്ടത് ബ്രണ്ടൻ ഫ്രേസറിൻ്റെ അതിഗംഭീരമായ പ്രകടനമാണ്. ദ വെയിൽ എന്ന സിനിമയ്ക്ക് ശേഷം ബ്രണ്ടൻ ഫ്രേസറിൻ്റെ ഏറ്റവും ശക്തമായ പ്രകടനങ്ങളൊന്നാണിത്. സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ മുഖഭാവങ്ങളിലൂടെ അദ്ദേഹം കഥാപാത്രത്തിൻ്റെ ഏകാന്തതയും ആശയക്കുഴപ്പവും പ്രകടമാക്കുന്നു. ചില സീനുകളിൽ ഒന്നും പറയാതെ തന്നെ പ്രേക്ഷകരെ സ്പർശിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വ്യത്യസ്തമായ കോൺസെപ്റ്റ്. റെൻ്റൽ ഫാമിലി എന്ന ആശയം യഥാർത്ഥത്തിൽ ജപ്പാനിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സേവനത്തിൽ നിന്നുള്ള പ്രചോദനമാണ്. മനുഷ്യർക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങളുടെ ശൂന്യത നിറയ്ക്കാൻ ആളുകളെ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങൾ ജപ്പാനിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് സിനിമയ്ക്കൊരു പ്രത്യേക റിയലിസ്റ്റിക് ഫീൽ ലഭിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ടോക്കിയോയുടെ മനോഹര ദൃശ്യങ്ങളാണ്. സിനിമയിലെ ടോക്കിയോ ഒരു ടൂറിസ്റ്റ് നഗരമായി മാത്രമല്ല കാണിക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിലുള്ള ഏകാന്തതയും നഗരജീവിതത്തിൻ്റെ ശൂന്യതയും മനോഹരമായി പകർത്തുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇമോഷണൽ ഇമ്പാക്റ്റാണ്. ഈ സിനിമ വലിയ ട്വിസ്റ്റുകളോ ആക്ഷൻ രംഗങ്ങളോ കൊണ്ടല്ല നമ്മളെ പിടിച്ചിരുത്തുന്നത്. പകരം ചെറിയ ചെറിയ മനുഷ്യബന്ധങ്ങളിലൂടെയാണ്. സിനിമ അവസാനിച്ച ശേഷവും നമ്മളതിൻ്റെ വികാരങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. സിനിമ അവസാനിച്ച ശേഷവും അതിൻ്റെ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ തുടരുന്നു. ചിലർക്ക് സിനിമയുടെ പേസ് വളരെ സ്ലോ ആയി തോന്നിയേക്കാം. വലിയ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഡ്രാമാറ്റിക് മൊമെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. റെൻ്റൽ ഫാമിലി ഒരു ഫീൽ ഗുഡ് സിനിമ മാത്രമല്ല. നമ്മൾ ജീവിതത്തിൽ ധരിക്കുന്ന മുഖംമൂടികളെയും നമ്മൾ അന്വേഷിക്കുന്ന ബന്ധങ്ങളെയും മനുഷ്യരുടെ ഏകാന്തതയെയും കുറിച്ച് സംസാരിക്കുന്ന മനോഹരമായ ഒരു സിനിമയാണ്. ബ്രണ്ടൻ ഫ്രേസറിൻ്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ലോ പേസ്ഡ് ഇമോഷണൽ ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവർക്കും ഈ സിനിമ ഇഷ്ടമാവും. നിങ്ങൾ റെൻ്റൽ ഫാമിലി എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.